നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ മാഡം. ഹലോ, എനിക്ക് ലാസ്റ്റ് വന്ന കോളുകൾ ഏത് ലൊക്കേഷനിൽ നിന്നൊന്ന് പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ടവർ ലൊക്കേഷൻ ഒന്ന് അയക്കണം. ഓക്കെ മാഡം. ദയവേത് മാഡത്തിന്റെ ഫോണൊന്ന് കളക്ടർക്ക് കൊടുക്കണം. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. അങ്ങനെ പറയല്ലേ മാഡം, ഒരു മനുഷ്യജീവന്റെ കാര്യമല്ലേ. ഒന്ന് സഹകരിക്കും മാഡം, പ്ലീസ്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ആ സത്യേ, ഡി ഇങ്ങോട്ട് വന്നേ. അതെ, ഈ ഫോൺ നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്ക്. സത്യാമ്മേ, സത്യാമ്മ ഇവിടെ. അമ്മേ, അമ്മയ്ക്കൊരു ഫോണുണ്ട്. സത്യാമ്മയുടെ മൊബൈലിലേക്കാ വിളിച്ചത്. അതാരാ? അതും സത്യാമ്മയുടെ മൊബൈലിലേക്ക്. ഹലോ. ആ കളക്ടറാണോ? അതെ, കളക്ടർ ശാലിനി വിഷ്ണു ആണ്. ഇതാരാ സംസാരിക്കുന്നത്? ഇത് നേരത്തെ വിളിച്ച നിന്റെ ഫ്രണ്ട് തന്നെയാ. ഞാൻ വളരെ മാന്യമായ രീതിയിലാ നിന്നോട് അവിടുന്ന് പോവാൻ പറഞ്ഞത്. പക്ഷെ നീ കേൾക്കുന്നില്ല. അതുകൊണ്ടാ സത്യഭാമയുടെ ഫോണിലേക്ക് തന്നെ വിളിക്കേണ്ടി വന്നത്. ഇനിയും ഞാൻ സത്യഭാമയെ വിളിക്കണോ? അങ്ങനെ വിളിച്ചാ എനിക്ക് പലതും പറയേണ്ടി വരും. എന്നെക്കൊണ്ട് അങ്ങനൊരു സാഹസം നീ ചെയ്യിക്കണോ? 2 മിനിറ്റ് സമയം കൂടി ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ നീ അവിടുന്ന് പോയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. തകർത്ത് കളയും നിന്റെയൊക്കെ ജീവിതം. മോളി ഫോൺ കൊണ്ടുപോയി സത്യാമ്മയ്ക്ക് കൊടുക്ക്. ശരി അമ്മേ. ഹലോ മാഡം. ഹലോ, എനിക്ക് ലാസ്റ്റ് വന്ന കോളുകൾ ഏത് ലൊക്കേഷനിൽ നിന്നൊന്ന് പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് ടവർ ലൊക്കേഷൻ ഒന്ന് അയക്കണം. ഓക്കെ മാഡം. നോക്കട്ടെ, ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്ന ആ കള്ളിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഭഗവാനെ, എനിക്കെന്റെ അച്ഛനെ കാണണം. ശാരദാമ്മയോടും അമ്മയോടും ചോദിച്ചിട്ടൊന്നും എന്റെ അച്ഛനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എങ്ങനെയാണ് എന്റെ അച്ഛൻ ഇരിക്കുന്നത്? മുടി ചുരുണ്ടിട്ടാണോ? ഒന്നും എനിക്കറിയൂല. എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്നെ കളിയാക്കുക. എനിക്ക് അച്ഛനില്ലെന്ന് തന്നെ അവര് പറയുന്നത്. എനിക്ക് അവരുടെ മുന്നിൽ എന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം, കൊണ്ടുപോയി നിർത്തി കൊടുക്കണം. ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് എത്രയും പെട്ടെന്ന് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരണം. അച്ഛനെ കാണാതെ ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കണം. എന്നെ സങ്കടം കണ്ട് എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ. ഭഗവാനെ, ഞാൻ കണ്ണടച്ച് നിൽക്കുക. അച്ഛന്റെ രൂപമെങ്കിലും എന്റെ മനസ്സിലൊന്ന് കാണിച്ചു തരണേ. ഭഗവാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, സുന്ദരനാണോ എന്റെ അച്ഛൻ? ആ രൂപമൊന്ന് എനിക്ക് കണ്ടാ മാത്രം മതി. ഒന്ന് കാണിച്ചു താ ഭഗവാനെ. എന്റെ അച്ഛനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കഴിയില്ല അല്ലേ? എനിക്കറിയാം, ഭഗവാൻ മനഃപൂർവ്വം എന്നെ സങ്കടപ്പെടുത്തുക.
എന്റെ അച്ഛൻ എന്തായാലും കുറെ കഴിയുമ്പോ വരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. സങ്കടത്തോടെ ഞാൻ കണ്ണു തുറക്കുക. ഇതെന്തൊക്കെ പറയണേ? ഇത് കണ്ടിട്ടാ ഞാനിങ്ങോട്ട് വന്നേ. അടുത്ത് വന്നപ്പോഴാണ് മോള് പ്രാർത്ഥിക്കുകയാണെന്ന് മനസ്സിലായത്. അതാ മിണ്ടാതെന്ന്. അച്ഛന്റെ രൂപം എനിക്ക് മനസ്സിൽ കാണിച്ചു തരാൻ ഞാൻ ഈശ്വരനോട് പറയായിരുന്നു. ഈശ്വരന് കഴിവുള്ളയല്ലേ, ചിലപ്പോ കാണിച്ചു തന്നാലോ? അതാ ഞാൻ അങ്ങനെ ചോദിച്ചത്. എന്നിട്ട് കാണിച്ചു തന്നോ? ഇല്ല. അച്ഛന്റെ രൂപം കാണാത്തതില് സത്യമോൾക്ക് സങ്കടമുണ്ടോ? അതുണ്ട്, പക്ഷെ നടക്കില്ലല്ലോ. ചിലപ്പോ ഭഗവാനും കണ്ടിട്ടുണ്ടാവില്ല, ജോലി തിരക്കുള്ള ആളല്ലേ. ഇവിടെ അമ്പലത്തിലൊന്നും വന്നിട്ടുണ്ടാവില്ല. മോള് സങ്കടപ്പെടണ്ട. മോളുടെ അച്ഛൻ വരാനായിട്ട് ഈ ബിഗ് ഫ്രണ്ടും പ്രാർത്ഥിക്കാം. സത്യം? ഈ സത്യമോളാണ് സത്യം. ഇവിടെ മാത്രമല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഹോമത്തിനിടയ്ക്കും പ്രാർത്ഥിക്കാം. മിക്കവാറും ഈ പൂജയും ചടങ്ങും ഒക്കെ കഴിയുമ്പോ സത്യക്കുട്ടിയുടെ മുമ്പിലെ സത്യയുടെ അച്ഛനെത്തും. ഉറപ്പ്? ഓ, ഉറപ്പ്. അച്ഛനെ കാണാൻ ഇത്രയും ആഗ്രഹിക്കുന്ന ഒരു കൊച്ചിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഏത് ദൈവത്തിനെ മോളെ കഴിയാ? ഭഗവാന്റെ അനുഗ്രഹം മോൾക്കുണ്ടാവും, ഉറപ്പ്. എന്നെ ഫോൺ ചെയ്യുന്നവള് ഇവിടെ എവിടെയോ ഉണ്ട്. അവളെ കണ്ടെത്തേണ്ടത് എൻ്റെ ആവശ്യമാണിപ്പോൾ. ഒരു കളക്ടർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവളെ ഒന്ന് അറിയിക്കണം. ഈ കോമ്പൗണ്ടിനകത്ത് എവിടെയോ അവളുണ്ട്. ഒരു പക്ഷേ എൻ്റെ ഈ വരവെല്ലാം അവൾ എവിടെ നിന്നെങ്കിലും വീക്ഷിക്കുന്നുണ്ടാവാം. പഠിച്ച കള്ളിയാണവള്. ഇപ്പം എനിക്ക് അവളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എനിക്ക് അവളെ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. കുഞ്ഞിച്ചി, ഇതാരെയായി നോക്കുന്നേ? അത് അല്ല, ഇതെന്താ ഇവിടെ വന്നിങ്ങനെ മാറി നിൽക്കുന്നേ? അല്ല, സത്യാമ്മ കാണാതെ നിൽക്കാമല്ലോ, അതാ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. അല്ല, അവിടെ എന്താ ഹോമത്തിന്റെ കാര്യങ്ങളൊക്കെ? കുഞ്ഞിച്ചി, അത് ഓർത്തിട്ടാ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.